ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ് നമ്മുടെ ട്രാഫിക് മോഡ് ആഡ് ചെയ്യണം. അതായത് നമ്മുടെ APK എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു ട്രാഫിക് മോഡ് വന്നിട്ടുണ്ട് നമ്മുടെ KBC കണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ അതും കൂടി റിവ്യൂ ചെയ്തിട്ട് നമ്മളിത് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്നുള്ളത് മൊത്തമായിട്ട് ഞാൻ ഇന്നൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റായിരിക്കും ഇതെങ്ങനെ ആഡ് ചെയ്യുന്നതെന്നുള്ളത്. ആദ്യം നമുക്ക് എങ്ങനെയുണ്ട് ഈ ഒരു ട്രാഫിക് മോഡ് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ട്രാഫിക് മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഗ്യാരേജിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ ഗ്യാരേജ് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ടും ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ലുക്കാണ് നമ്മുടെ ഗ്യാരേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ബസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു ബസ് നമ്മൾ ജെറ്റ് ബസ് നമ്മുടെ പ്രൈവറ്റ് ബസ് മോഡലിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ടൂറിസ്റ്റ് ബസ്സിൻ്റെ ആ ഒരു മോഡലല്ല, ഫുള്ള് പ്രൈവറ്റ് ബസ്സിൻ്റെ മോഡലാണ്. അതുപോലെ ആക്സസറീസിലൊക്കെ ചിലതൊക്കെ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ മോഡിഫിക്കേഷനൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. നമുക്കങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. നമ്മുടെ ഡ്രൈവറിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിലും നമ്മുടെ ഡ്രസ്സുകൾക്കൊക്കെ മാറ്റമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോണ് റിവേഴ്സ് ടൂണ് മാറ്റങ്ങളുണ്ട്. അത്യാവശ്യം നല്ല ഹോണുകളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് വ്യത്യസ്തമാണ്, അതുതന്നെ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ ഏതൊരു ക്യാബിൻ ചെയ്യുമ്പോഴും ഇപ്പോൾ മോഡായിക്കോട്ടെ, ജെറ്റ് ബസ്സിൻ്റെ ട്രാഫിക് മോഡിലായിക്കോട്ടെ, നമ്മൾ ക്യാബിൻ ഓവറാക്കിയിട്ട് പണിയെടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോഡിഫിക്കേഷനും അതുപോലെ സാധനങ്ങളൊക്കെ തൂക്കിയിടുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്തുനിന്ന് നമുക്ക് പുറത്തേക്കുള്ള ഒരു ഇത് കുറയും. നമുക്ക് അങ്ങനെ ക്ലിയർ ആവില്ല. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണും, ഇപ്പോൾ ഇവിടെ വലിയൊരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഡ്രൈവ് ചെയ്യാനാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കവർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വേറെ അടിപൊളിയാണ് സംഭവം. അതുപോലെ തന്നെ നമുക്ക് എഞ്ചിൻ്റെ സൗണ്ട്, അപ്പോൾ എനിക്ക് സൗണ്ടൊക്കെ കേൾപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കി, അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു സൗണ്ട് കേൾക്കാം. അത്യാവശ്യം നല്ല അടിപൊളിയാണ്. അത്യാവശ്യം ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രാഫിക് മോഡ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇതിൽ തന്നെ കുറച്ച് ആൾ നിൽക്കണമെന്നുണ്ട്. ഒരു മാസമൊക്കെ തോന്നുന്നു ഈ ഒരു ട്രാഫിക് മോഡിൽ ഓടിക്കണമെന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല സൗണ്ടാണ്. അതുപോലെ തന്നെ ട്രാഫിക് മോഡ് ആഡ് ചെയ്തുകൊണ്ട് വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സംഭവമാണിത്. പിന്നെ KBC കണ്ണൂരൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് റോട്ടിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൈൻ ബോർഡുകൾ വന്നിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിലെ ഒരു സ്റ്റൈലിൽ തന്നെ മലയാളത്തിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു സൈൻ ബോർഡുകൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ് മുമ്പിൽ കുറച്ച് പിള്ളേർ ചെണ്ട കൊട്ടണ പോലത്തെ ഒരു സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നല്ല അടിപൊളിയാണ്. അതുപോലെ ഇതിൻ്റെ റിവേഴ്സ് ടൂണൊക്കെ ഭയങ്കര രസമുള്ള ടൂണാണ്. നമുക്ക് പക്ക ഒറിജിനാലിറ്റി പോലെ തോന്നും. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ട്രാഫിക് മോഡിൽ വന്നിട്ടുള്ളത് നമ്മുടെ ട്രാഫിക് തന്നെയാണ്, നമ്മുടെ ഓരോ വണ്ടികൾ. അപ്പോൾ എല്ലാ വണ്ടികളും പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ മാപ്പിൽ ഓടിക്കുമ്പോഴും വണ്ടികളുടെ ഇതിൽ മാറ്റം വന്നിട്ടുണ്ട്. ചില സ്ഥലത്ത് കാണുന്ന വണ്ടികൾ ചില സ്ഥലത്ത് കാണില്ല, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഈ ഒരു ട്രാഫിക് മോഡിൽ ഞാൻ കണ്ടില്ല. അതുപോലെ ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോഴാണെങ്കിലും വലിയൊരു ബുദ്ധിമുട്ടില്ല. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ ഗ്രാഫിക്സിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതൊക്കെ നമ്മുടെ മലിയോ ബസ്സുടെ ഒറിജിനൽ പോലെ തന്നെയാണ്. ഇനി ഇതെല്ലാവർക്കും ആഡ് ചെയ്യാനുള്ള സംശയമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ആഡ് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് APK ആണല്ലോ വേണ്ടത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റുകളിൽ നമ്മുടെ ചില ഫോണിൽ നമ്മുടെ മാപ്പ് ഡൗൺലോഡ് ചെയ്യുന്നില്ല. ചില ഫോണിൽ നല്ല ഒരു 90% ഫോണുകളിലും ഇത് മാപ്പൊന്നും ഡൗൺലോഡ് ചെയ്യില്ല. അപ്പോൾ മാപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു APK കൂടി കയറ്റണം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ നമ്മുടെ KBC കണ്ണൂരിൻ്റെ ഒരു ഒഫീഷ്യൽ വീഡിയോയിലേക്കാവും പോവുക. അപ്പോൾ അതിൻ്റെ അകത്തൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് കയറിയിട്ട് നമ്മൾ OBVയും അതേപോലെ APKയും പിന്നെ നമ്മുടെ മാപ്പ് ഡൗൺലോഡിങ്ങിന് സെപ്പറേറ്റ് ഒരു APK കൂടി ഉണ്ട്, അതും കൂടി ഡൗൺലോഡ് ചെയ്യണം. 3 സാധനം ഡൗൺലോഡ് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ ഈ 3 സാധനം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നത് എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. പിന്നീട് ഡൗൺലോഡ് ചെയ്തിട്ട് പറ്റിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ലിങ്ക് വഴി കയറുമ്പോൾ തന്നെ നമ്മുടെ GP ലിങ്ക് പറഞ്ഞിട്ടൊരു സംഭവത്തിലേക്കാണ് വരിക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ അതേപോലെ കണ്ടില്ലേ, അത് വെരിഫൈ ചെയ്യാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു സംഭവമായിരിക്കും വരിക. അതിന് ശേഷമാണ് നമ്മുടെ വേറൊരു സൈറ്റിലേക്ക് ചെല്ലും. അവിടെയാണ് നമ്മുടെ GP ലിങ്ക് ഓപ്പൺ ആക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നേരെ കാണാം നമ്മുടെ
ഒരു 15 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 തവണ ഇങ്ങനെ 15 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നമ്മളിത് വെരിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് GP ലിങ്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം കുറച്ച് നേരം. ഇപ്പോൾ ഇതിൽ 45 സെക്കൻഡ് ആണ് 3 എണ്ണം കൂടി വെരിഫൈ ചെയ്യാനായിട്ട്. പക്ഷേ എന്നാലും കുറച്ചും കൂടി ടൈം എടുക്കും. കാരണം അത് ചിലപ്പോൾ നമ്മുടെ നെറ്റ് കണക്ഷൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടായിരിക്കും സ്ലോ ആവണത്. ഞാനിപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ടാണ് നിങ്ങളെ കാണിച്ചത്, അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ ആയത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞാൽ ഷെയർ മോഡ്സിലേക്കാണ് പോകുന്നത്. ഷെയർ മോഡ്സിൽ നിന്ന് പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡൗൺലോഡ് ആക്കുന്നത് GP ലിങ്ക് വഴി. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കണതും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം, കണ്ടില്ലേ, നമ്മൾ ഷെയർ മോഡ്സിന് ഡൗൺലോഡ് ചെയ്യുകയാണ്. വലിയ മാറ്റങ്ങളൊന്നും ഷെയർ മോഡ്സിൽ ഡൗൺലോഡ് ചെയ്യുമ്പില്ല. നമ്മൾ സാധാ മോഡൊക്കെ ഡൗൺലോഡ് ചെയ്യില്ല, അതേപോലെയൊക്കെ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ അവിടെ ഡീറ്റെയിൽസിൻ്റെ ആ ഒരു ഭാഗത്ത് ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫയൽ മാനേജറിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഫയൽ മാനേജറാണ് എടുത്തിട്ടുള്ളത്, കാരണം എനിക്ക് ഫയൽ മാനേജറിൽ വർക്കാവും. അപ്പോൾ നിങ്ങൾക്ക് റാറോ ZArchiver എന്തെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ നമ്മൾ 3 എണ്ണം ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിലാദ്യം നമ്മൾ ആ ഒരു മാപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന APK ആണ് നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുക. നമുക്കിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ അതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റാളായിട്ട് കിട്ടും. അപ്പോൾ ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു ഇത് ഓപ്പൺ ചെയ്യണം. അതായത് നമ്മുടെ ആ ഒരു ഗെയിം ഓപ്പൺ ചെയ്യണം. നമ്മൾ സ്ക്രീനിൽ ടച്ച് ആവാൻ നോക്കണം. ഇങ്ങനത്തെ സംഭവം ആകുമ്പോൾ നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ക്വേർഡ് ആയിട്ട് പോകും. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു മാപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന APK ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഗെയിമിലോട്ട് ചെല്ലുമ്പോൾ ഇതേപോലെ ഇരിക്കും കാണിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഒരു പച്ച ബട്ടൺ ഉണ്ടാവും. നമുക്കത് ഓക്കെ കൊടുക്കാനുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ഒറ്റ തവണ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ എല്ലാ മാപ്പുകളും നമുക്ക് ഡൗൺലോഡായി കിട്ടും. അപ്പോൾ അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, നല്ല ടൈം വെയിറ്റ് ചെയ്യണം. കാരണം ഒരു 515 MB എങ്കിലും നെറ്റ് വേണം. അതായത് ഇത് ഡൗൺലോഡിൻ്റെ സൈസാണിത്. അപ്പോൾ ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. നല്ലൊരു ടൈം നമ്മളിതിൽ നോക്കി കാത്തിരിക്കണം, എന്നാലും മാത്രമേ നമുക്കത് ഡൗൺലോഡ് ആവുള്ളൂ. ഞാൻ ഇപ്പോൾ പെട്ടെന്നൊന്ന് കാണിച്ച് തരാം. ഞാൻ ഇപ്പോൾ ഫുള്ള് ഡൗൺലോഡ് ചെയ്യുന്നത് കാണിക്കുന്നില്ല, കുറേ സമയം എടുക്കും. അപ്പോൾ ടൈം വെറുതെ വേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു ഫയൽ മാനേജറിലേക്ക് വന്ന് ഡൗൺലോഡ്സിൽ പോയി നമ്മുടെ ഒറിജിനൽ APK, OBB അല്ല, APK നമ്മളൊന്ന് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഫയൽ മാനേജറിൽ പറ്റില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാവുന്നതാണ്. ഒരേ സിമ്പിൾ തന്നെയാണ്, സിമ്പിൾ പരിപാടിയാണ്. അത് മാത്രമല്ല സെയിം പരിപാടി തന്നെയാണ് ഈ ഒരു 3 ആപ്പുകളിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു APK അത്യാവശ്യം നല്ല സൈസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് സമയം മുടക്കുള്ള സംഭവം കൂടിയാണിത്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആദ്യമൊക്കെ ഒരു 90% സ്പീഡിലാവും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പതുക്കെയാവും. ഞാൻ സ്പീഡിലാക്കിയിട്ടാണ് കാണിക്കുന്നത്, അതാണ് ഇത്ര പെട്ടെന്ന്, അല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ വരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടോ നമ്മുടെ സ്റ്റേജിങ് ആപ്പൊക്കെ ചെയ്തു. അതിനുശേഷം ഇനി ഇതും കൂടി ഒന്ന് ഇൻസ്റ്റാൾ ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഈ ഒരു സംഭവം നമുക്ക് പിടികിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ APK ആണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മാപ്പ് ഡൗൺലോഡ് ആ ഒരു APK ഉണ്ടല്ലോ, അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെയിൻ APK നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിച്ച് കാണണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു സമയമുണ്ട്, നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ലൈവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം സ്പീഡിലാക്കിയിട്ടാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കണ്ടില്ലേ, ഇതാ നമ്മുടെ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഗെയിം ഓപ്പൺ ചെയ്യാതെ നമ്മൾ OBB ആഡ് ചെയ്യരുത്. അപ്പോൾ ഗെയിം ഓപ്പൺ ചെയ്തിട്ട് നമുക്കിപ്പോൾ ഗെയിം ഓപ്പൺ ആയിട്ട് നമുക്കൊരു അലോ ചെയ്ത് കൊടുക്കണമായിരുന്നു. നമ്മുടെ പെർമിഷൻ ഉണ്ടല്ലോ, ഫയൽസൊക്കെ അലോ ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അലോ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു മെനുവിൻ്റെ വൈറ്റ് സ്ക്രീനൊക്കെ നമുക്ക് കാണുക. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും ഫയൽ മാനേജറിലേക്ക് വന്നിട്ട് നമ്മുടെ OBB നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ OBB നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം. ഇതൊക്കെ നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ OBB എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, OBB എക്സ്ട്രാക്റ്റ് ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ OBB എക്സ്ട്രാക്റ്റ് ചെയ്യട്ടെ. ഓക്കെ, OBB നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മളത് മൂവ് ചെയ്യണം. അപ്പോൾ മൂവ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, കാരണം നമ്മൾ മോഡൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഡെയിലി തന്നെ ആവും പണി. അപ്പോൾ നമ്മൾ ആ ഒരു മോഡ് നമ്മുടെ ആൻഡ്രോയിഡ് OBBയിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ഫോളോ ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത് വെച്ചതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് വേറൊന്നുമില്ല, നമ്മുടെ അലോ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡിൽ നമ്മുടെ മലിയോൻ്റെ ഒരു ഫോൾഡർ വരുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് OBB ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അപ്പോൾ അതിനുശേഷം ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നത്. ഞാൻ ആദ്യം ആഡ് ചെയ്യുന്ന വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.